നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു വ്ളോഗ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി എടുത്ത ഒരു വിഷ്വൽസും ഇതിൻ്റെ അകത്തില്ല. എല്ലാവർക്കും മനസ്സിലായി കാണും. വെഡ്ഡിങ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചുള്ള കുറച്ച് വിഷ്വൽസ് മാത്രമാണ് ഇതിലുള്ളത്. പുറത്ത് പോയി ആഹാരം കഴിച്ച് വരാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ പുറത്ത് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ആഹാരം കഴിക്കാനുള്ള ഒരു ചെറിയ പേടി കാരണമാണ് പോകാതിരുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു. കേക്ക് ബാറ്റർ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മോള് പറഞ്ഞത് എനിക്ക് കപ്പ് കേക്ക് വേണം, കഴിച്ചേ പറ്റുള്ളൂ. ഭയങ്കര ബഹളം, എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അതും അമ്മ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി വേറെ കുറച്ച് ബാറ്റർ ഉണ്ടാക്കി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ് കേക്കാണ്. അപ്പം ഇത് രണ്ടും രണ്ട് ബാറ്ററാണ്. അപ്പം കുറച്ച് സമയം എടുത്തു എനിക്കിത് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരാളിവിടെ കൂടിയിട്ടുണ്ട്. കപ്പ് കേക്ക് ഇങ്ങനെ ട്രെയിലേക്ക് ഒഴിക്കുന്ന ഓരോ സമയത്തും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് മതിയോ എന്ന്. അപ്പോൾ എനിക്കെന്താ കാര്യം എന്ന് പിടിയിട്ടില്ല. അതായത് ആ പാത്രം വേണം, അതാണ് കാര്യം. അപ്പോൾ കേക്കൊക്കെ ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് വേണം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് ഞാനിന്ന് കേക്ക് പ്രിപ്പയർ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പം കപ്പ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചത് കുറച്ച് ബേക്കായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചെറിയ കപ്പ് കേക്കിൻ്റെ ആ കപ്പിൽ ഒഴിച്ചു വെച്ചതൊക്കെ പെട്ടെന്നായിട്ടുണ്ട്. ഒരു ഏകദേശം 15 മിനിറ്റൊക്കെ മതിയാവും. പക്ഷേ ഈ സിലിക്കോൺ കപ്പിൽ വെച്ചത് കുറച്ച് കൂടുതൽ ബാറ്ററുണ്ട്. അപ്പോൾ അത് ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പോൾ ഞാൻ ആ ചെറിയ ബേക്കായതൊക്കെ ഒന്ന് മാറ്റി വെക്കാനാണ് പോകുന്നത്. കേക്കിന് യൂസ് ചെയ്യേണ്ട ക്രീമൊക്കെ ചൂടാവുന്നതിന് മുമ്പ് തന്നെ രാവിലെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ തീമായതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ ആ രീതിയിൽ വരുന്നൊരു ടോപ്പറൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലറ ചില്ലറ ഡെക്കറേഷൻസും കൂടെ മാത്രം മതി ഇതിൻ്റെ അകത്ത് വെക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രിപ്പയർ ചെയ്ത ഈ കേക്ക് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഫുള്ള് കേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഇനി കുറച്ച് വിഷ്വൽസൊക്കെ വെച്ചിട്ട് ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടി കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് അഹന ഉണ്ടാക്കി തന്നിരുന്നു. അതായത് ഒരു ചെറിയ കാർഡാണ്. ഐ ലവ് യു എന്നൊക്കെ എഴുതി 18 എന്നൊക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫോട്ടോസൊക്കെ അതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒരുപാട് പ്രാവശ്യം ഞങ്ങളോട് ചോദിച്ചു. 2 പേരും ഒരുപാട് ഇഷ്ടമായെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഏറ്റവും അടിപൊളി ഗിഫ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ കേക്കും ഇവർക്ക് 2 പേർക്കും ഇഷ്ടമായി. ഞാൻ എൻ്റെ കേക്ക് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ കപ്പ് കേക്കിൻ്റെ കരവിരുത് എൻ്റെ 6 വയസ്സുകാരി മോളുടേതാണ്. അപ്പോൾ അവൾ എന്നോട് നിർബന്ധപൂർവ്വം എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈപ്പിംഗ് ബാഗൊക്കെ വാങ്ങി എന്തൊക്കെയോ ചെയ്തതാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ വാരിയിട്ട് ഞാൻ ഓൺലൈനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവരിപ്പോൾ കൊണ്ട് തന്നതേ ഉള്ളൂ ഫുഡ്. കേക്കൊക്കെ കഴിച്ചുകൊണ്ട് അധികം ഭയങ്കരമായിട്ടൊരു വിശപ്പൊന്നുമില്ല. അപ്പം ഞാൻ സാധാരണഗതിയിൽ വേറെ വല്ലതുമൊക്കെ ആയിരിക്കും ഓർഡർ ചെയ്യുക. പക്ഷേ കുറേ ദിവസമായിട്ട് അഹന എന്നോട് പറയുന്നു അവൾക്ക് ഈ പീറ്റ്സ വേണമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇന്ന് അത് തന്നെ ഓർഡർ ചെയ്യാം. അങ്ങനെ പിസ്സ ഹട്ടിൽ നിന്നാണ് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് വന്നത്. അങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ചൂടോടെ ആസ്വദിച്ച് കഴിച്ചിരിക്കുമ്പോൾ ഒരു ബെല്ല് കേട്ടു. ആരാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ ആരും നമ്മുടെ ഒന്നും വീട്ടിലേക്ക് വരാറില്ലല്ലോ. അപ്പോൾ ആരായിരിക്കും? പോയി തുറന്നപ്പോൾ മലബാർ ഗോൾഡിൽ നിന്ന് ഒരു ഗിഫ്റ്റുമായിട്ട് അവർ വന്നതാണ്. ഈ മോതിരം മലബാർ ഗോൾഡിൻ്റെ ഗിഫ്റ്റ് അല്ല കേട്ടോ. ഇതാണ് എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഹസ്ബൻഡ് വാങ്ങി തന്നത്. ഞാനൊരു ഡയമണ്ട് റിങ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി ഇന്നലെ അത് വാങ്ങിയിട്ട് ഇന്ന് രാവിലെയാണ് എനിക്ക് തന്നത്.
അപ്പോൾ ഈ കേക്ക് അവർക്കറിയാമായിരുന്നു ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അവരത് ഇവിടെ എത്തിച്ചു തന്നത്. അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് മലബാർ ഗോൾഡിന്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അബുദാബിയിലൊരു ഫേമസ് പ്രീമിയം കേക്ക്സ് വിൽക്കുന്നൊരു കടയുണ്ട് അൽവാദ മോളിൽ, ബ്ലൂംസ്ബെറി എന്ന് പറയും. അപ്പോൾ അവിടെ നിന്നുള്ള കേക്കാണിത്. ഇത് ബെൽജിയം ചോക്ലേറ്റ് കേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കാണുന്ന സ്കൾപ്ചറും ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഞങ്ങൾക്കിന്ന് രാവിലെ ഇവിടെ കൊണ്ട് തന്നിട്ട് പോയതാണ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.